ഇന്നലെ തിരുവനന്തപുരത്ത് ഒരു സ്പർശൻ, എന്തുവാ സ്പർശൻ എന്നാ എൻ്റെ പേര്, സ്പാ, അത് അതിന് ഏതാണ്ട് പൂട്ട് വീണു. അപ്പോൾ അതിൻ്റെ കാരണമെന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ അത് കോർപ്പറേഷൻ മേയർ വി രാജേഷ് DGPക്ക് കത്ത് കൊടുത്താണ് ഇത് ചെയ്തു വെച്ചേക്കുന്നത്. എന്തായാലും അതൊരു നേട്ടമായിട്ടേ ഞാൻ കണക്കാക്കുന്നുള്ളൂ. ആ സ്പാ കേന്ദ്രങ്ങളെക്കുറിച്ച് വി രാജേഷ് പറഞ്ഞ വാചകങ്ങൾ ശരിയാണ്. ഇത് മൊത്തമായിട്ട് നിരോധിക്കേണ്ട കാര്യമൊന്നുമില്ല. കാരണം മസാജ് പാർലറുകളെന്നൊക്കെ പറയുന്നത് എല്ലാ നാട്ടിലും ഇന്നുള്ളതാണ്. ഇവിടെ ഇപ്പോൾ ഇങ്ങനെ ഒരു സെൻറ്ററുകൾ ഇതുപോലുള്ളത് ഉണ്ടെന്നുള്ളത്, ഇപ്പോൾ ഇങ്ങനെയുള്ള കേന്ദ്രങ്ങൾ, ഈ സ്പാ സെൻറ്ററുകൾ ഉണ്ടെന്നുള്ളത് ഞാനിപ്പോൾ ഈ 2-3 ദിവസം കൊണ്ടേ അറിയുന്നുള്ളൂ. കാരണം നമുക്ക് ഒന്നാമത് വെളി ഇറങ്ങി നടക്കുന്നില്ല, പിന്നെ അങ്ങനെയുള്ള ആളുകളുമായിട്ടുള്ള ബന്ധമില്ല. അതുകൊണ്ട് ഇങ്ങനൊരു സംഭവം നമ്മുടെ നാട്ടിലുണ്ടെന്നുള്ളത് എനിക്കറിയില്ലായിരുന്നു. ഇപ്പം ഒരാൾ എനിക്കൊരു മെസ്സേജ് അയച്ചത് ദുബായിൽ, അതായത് ഇപ്പോൾ ദുബായിൽ ഒരുപാട് കേന്ദ്രങ്ങൾ കൂണുപോലെ മുളച്ചു വന്നിട്ടുണ്ട്. മുമ്പ് ദുബായിൽ അങ്ങനെ ഇല്ല. ഈ സ്പാ കേന്ദ്രങ്ങൾ ദുബായിൽ വന്നിട്ടുണ്ട്, മസാജ് സെൻറ്റേഴ്സ്. ഇപ്പോൾ ഇത് തായ്ലൻഡ്, നമുക്ക് തുടങ്ങിയ തായ്ലൻഡ്, ഇപ്പം ബാങ്കോക്ക്, അതേപോലെ തന്നെ ബാലി മുതലായ ഫുക്കറ്റ്, ഇവിടെയൊക്കെ ഇത് യഥാർത്ഥത്തിൽ അവർ സെക്സ് ടൂറിസം എന്ന് പറയുന്നത് അവരുടെ ഒരു വരുമാനത്തിൻ്റെ ഭാഗമായിട്ട് അവർ ചെയ്യാറുണ്ട്. അപ്പം നമ്മൾ പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പോലും ഒന്ന് നോക്കിയാൽ ഒന്നും കൂടെ നോക്കാത്ത വസ്തുക്കളൊക്കെ റോഡിൽ തൂങ്ങിക്കിടക്കുന്ന കാണാം. പ്ലാസ്റ്റിക് കൊണ്ടുള്ള മെറ്റീരിയൽസൊക്കെ, അതൊക്കെ എന്തിനാണെന്ന് ചോദിച്ചാൽ കീ ചെയിനൊക്കെ ഉണ്ടാക്കി വെച്ചേക്കുന്നത് കാണണം. അപ്പോൾ ആ രീതിയിലുള്ള കാര്യങ്ങൾ നമുക്ക് അവിടെ കാണാൻ പറ്റും. അത് അവരുടെ സംസ്കാരമാണ്. പക്ഷേ അത് നമ്മുടേതല്ല. ഇപ്പോൾ ദുബായ് പോലും യഥാർത്ഥത്തിൽ ഒരു മുസ്ലിം രാജ്യമായിട്ടുള്ള UAE, അവിടെ എമിറേറ്റ്സ്, അവിടെ ഇതേപോലുള്ള സെൻറ്റേഴ്സ് ഉണ്ടെന്നുള്ളത് അത് എനിക്കിപ്പോൾ ഒരാൾ തന്ന പുതിയ അറിവാണ്. ഇപ്പോൾ പിന്നെ ഞാൻ പോയിട്ട് ഏതാണ്ട് 1 വർഷത്തോളം ആയി ദുബായി പോയിട്ട്, അതുകൊണ്ട് എനിക്കിപ്പോൾ പറയാൻ അറിഞ്ഞുകൂടാ. എന്തായാലും ശരി, അല്ല പോയാലും നമ്മളിത് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. നമുക്ക് അറിയാം, ഇതിവിടെ പോകുന്നവർക്ക് മാത്രമേ ഇത് അറിയുള്ളൂ. പക്ഷേ ഒരു കാര്യം കാണാം, അമേരിക്കയിലൊക്കെ മുമ്പ് നമ്മൾ ചെല്ലുമ്പോൾ, പല സ്ഥലങ്ങളിലുമൊക്കെ ചെല്ലുമ്പോൾ നമുക്ക് ഓരോ കാർഡുകൾ ഇങ്ങനെ നിലത്ത് കിടക്കുന്ന കാണാം, ആൾ കൂടുന്ന സ്ഥലങ്ങളിലൊക്കെ. ആ കാർഡിലൊക്കെ സ്ത്രീകളുടെ പടം അടിച്ചു വെച്ചിട്ട് അവരുടെ ഈ ഫോൺ നമ്പരും ഒക്കെ കൊടുത്തേക്കും. ആ കൊടുത്തേക്കുന്നത് എന്തിനാണെന്ന് അറിയോ? അവരെ കോണ്ടാക്ട് ചെയ്യാനാണ്. കാരണം പ്രോസ്റ്റിറ്റ്യൂഷനാണ്, വേശ്യാവൃത്തിയാണ്, പരസ്യമായ വേശ്യാവൃത്തി. അവരെ ഇത് ആ നമ്പരൊക്കെ വെച്ചേക്കും. ആ നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ ആവശ്യക്കാർക്ക് അങ്ങോട്ട് പോകാം, അല്ലെങ്കിൽ അവരെ അങ്ങോട്ട് അങ്ങെന്ന് വെച്ചാൽ വരും. ഇങ്ങനെ കാണാമായിരുന്നു. അമേരിക്കയിലുമൊക്കെ നമുക്ക് കാണാൻ കിട്ടും. അത് ഞാൻ യൂറോപ്യൻ കൺട്രീസിലും ഞാൻ കണ്ടിട്ടുണ്ട്. എന്നാൽ അത് ദുബായിൽ അത് കാണാനിടയായത് കഴിഞ്ഞ ഏതാണ്ട് ഒരു 2 വർഷം, ഒരു 3 വർഷത്തിന് ഇപ്പുറം മുതലാണ്. ദുബായിൽ പല സ്ഥലങ്ങളിലും ഇതേപോലെ കാർഡടിച്ച് ഈ പെണ്ണുങ്ങളുടെ പടം വെച്ച കാർഡുകൾ റോഡിൽ കിടപ്പം, തെരുവിൽ കാണാം നമുക്ക് പലയിടത്തും. ഇത് ആളുകൾ എടുക്കും, ആവശ്യക്കാർ അങ്ങനെ ഉള്ള കേന്ദ്രങ്ങളപ്പം അവിടെ ഒരുപാട് ഉണ്ടായി തുടങ്ങി എന്നുള്ളതിൻ്റെ ഒരു ഉറപ്പാണത്. ഇപ്പോൾ ഇവിടെ വന്ന ഇന്നലെ ആ തിരുവനന്തപുരത്ത് ഈ പൂട്ടിയ സ്പായിൽ, ആ മസാജ് സെൻറ്ററിലാണ്, അവിടെ ആ പെൺകുട്ടി എടുത്ത് അതിൻ്റെ ഉടമ അതിൻ്റെ ഫോട്ടോ ചോദിച്ചു. ഫോട്ടോ എന്തിനാന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞ് അത് കസ്റ്റമർക്ക് കൊടുക്കാനാന്ന് പറഞ്ഞു. ആ പെൺകുട്ടി കൊടുക്കില്ല എന്ന് പറഞ്ഞു. ഈ കസ്റ്റമർക്ക് ഫോട്ടോ കൊടുക്കണമെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്തുവാ? അയാൾ ഇഷ്ടപ്പെട്ട് ഈ അതായത് മസാജിന് വേണ്ടി മാത്രമല്ലല്ലോ, ആണെങ്കിൽ ഫോട്ടോ കണ്ട് ഇഷ്ടപ്പെടേണ്ട കാര്യമൊന്നുമില്ലല്ലോ. കൈയുടെ ഫോട്ടോ മാത്രം കണ്ടാൽ പോരെ മസാജിനാണെങ്കിൽ? അയാൾ കൈയുണ്ടോ, എല്ലാ വിരലുമുണ്ടോ, ഇതൊക്കെ കണ്ടാൽ മതിയല്ലോ. ഇതല്ല, ഫോട്ടോ ചോദിച്ചു കഴിഞ്ഞാൽ അത് കസ്റ്റമർക്ക് കാണിക്കണമെന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ അത് ഒരു പ്രോസ്റ്റിറ്റ്യൂഷനിലേക്കുള്ള പോക്കാണ്. ആ പെൺകുട്ടിക്ക് അങ്ങനെ നിർബന്ധിക്കപ്പെടും എന്ന് മനസ്സിലാക്കിയപ്പോൾ അത് കൊടുക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞു. അപ്പോൾ അതിനെ അടിക്കാൻ ചെന്നു. അന്നേരമാണ് ഇത് അവിടെ ജോലി ചെയ്യണമെങ്കിൽ ഇങ്ങനെയൊക്കെ പറയുന്നത് കേട്ടേ ഒക്കത്തുള്ളതെന്നായപ്പോൾ അത് വിളിച്ച് മേയറെ വിളിച്ച് പറഞ്ഞു, ഇങ്ങനെ സംഭവം ഉണ്ടായത്. അപ്പോൾ യഥാർത്ഥത്തിൽ മേയർ പറഞ്ഞേക്കുന്ന ഒരു കാര്യം വളരെ ശരിയാണ്. അതായത് ഈ ക്രോസ് മസാജ് എന്ന് പറയുന്നത് ഒരിക്കലും പെർമിറ്റ് ചെയ്യാൻ പറ്റുന്നതല്ല. ഇപ്പോൾ ഒരു മസാജ് കേന്ദ്രം ഉണ്ടെന്നുണ്ടെങ്കിൽ ആയിക്കോട്ടെ, അത് ആണുങ്ങളുടെ കേന്ദ്രം പ്രത്യേകമായിരിക്കണം, അതിനോടനുബന്ധിച്ചായിരിക്കരുത് പെണ്ണുങ്ങളുടെ കേന്ദ്രവും, വേറെ മാറണം. സ്ത്രീകളെ മസാജ് ചെയ്യുന്നിടത്ത് സ്ത്രീകൾ മാത്രം ആവണം, അല്ലാതെ പുരുഷന്മാരെ സ്ത്രീകളെ മസാജ് ചെയ്യുന്ന കേന്ദ്രം വേണ്ട, സ്ത്രീകൾ പുരുഷന്മാരെ മസാജ് ചെയ്യുന്ന കേന്ദ്രവും വേണ്ട എന്നാണ്. ഇത് ഈ ഒരു കാഴ്ചപ്പാടെന്ന് പറയുന്നതാണ് അതിൽ വളരെ ശരിയായ കാഴ്ചപ്പാടാണത്. കാരണം ഇത്
ഇത് നമ്മൾ ഇങ്ങനെ ഇത് അനുവദിച്ചു കഴിഞ്ഞാൽ, ഈ ക്രോസ് മസാജിങ് അനുവദിച്ചു കഴിഞ്ഞാൽ അത് ഒരുപാട് മോശമായ പ്രവൃത്തികളിലേക്ക് തിരിയും. ഇന്ന് കേട്ട വളരെ ഖേദകരമായ ഒരു വാർത്തയുണ്ട്. ഞാൻ അതിനെക്കുറിച്ച് വിശദമായിട്ട് ഇനി പറയുന്നുണ്ട്. കാരണം അതിൻ്റെ ഡേറ്റയൊക്കെ ഞാൻ കളക്ട് ചെയ്യുന്നേ ഉള്ളൂ. കളക്ട് ചെയ്തിട്ട് ഞാൻ വിശദമായിട്ട് പറയാം. അതായത് ഇവിടെ ഇപ്പോൾ HIV ഉണ്ടല്ലോ, HIV ബാധ വളരെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് കൊച്ചിയിൽ HIV ബാധ ഉള്ള ആളുകളുടെ എണ്ണം ഒരുപാട് കൂടുന്നു. ഇത് പണ്ടാണെങ്കിൽ ഒരാൾക്ക് HIV വന്നു കഴിഞ്ഞാൽ പുറത്തറിയും. ഇതിപ്പോൾ അറിയത്തില്ല. കാരണം എന്താണെന്നറിയോ, ഇതിനെ സപ്രസ് ചെയ്യാനും ഇതിനെ ചികിത്സിക്കാനും അത് ഒരിക്കലും മാറ്റാൻ പറ്റത്തില്ല. വന്നു കഴിഞ്ഞാൽ അത് ശരീരത്തിൽ കാണും. പക്ഷേ ഇതിനെ സപ്രസ് ചെയ്ത് വെക്കാം, നിർത്താം. അതായത് എയ്ഡ്സ് അല്ലാതെ അക്വയർഡ് ഇമ്മ്യൂണിറ്റി ഡെഫിഷ്യൻസി സിസ്റ്റത്തിലേക്ക് പോകുന്നതിന് മുമ്പ് ഇത് ഒതുക്കി വെക്കാം, അമർത്തി വെക്കാം. ഈ അമർച്ച ചെയ്യാനേ ഒക്കെ ഉള്ളൂ. നല്ല വിലയേറിയ മരുന്നുകളാണ് HIV കഴിക്കേണ്ടത്. ആ മരുന്നുകളുണ്ട് ഇഷ്ടംമാതിരി. അതുകൊണ്ട് ഇത് പുറത്താരും അറിയാതെ ഇങ്ങനെ പോകുന്നെന്നുള്ളേ ഉള്ളൂ. ഒരുപാടുണ്ട്. എന്നിട്ട് എന്നെ വിളിച്ചു പറഞ്ഞ ഒരു മാധ്യമപ്രവർത്തകനാണ് എൻ്റെ അടുത്തത് പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞത്, നമുക്ക് സാറേ ആ സ്റ്റേഡിയത്തിൽ ഒന്ന് പോയി നോക്കണമെന്ന്. നമ്മുടെ ഇവിടുത്തെ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയമൊക്കെ എന്തിനാണ് ഉപയോഗിക്കുന്നത് ഇപ്പോൾ? യഥാർത്ഥത്തിൽ ഈ പാതിരാത്രി എന്ന് നോക്കിക്കഴിഞ്ഞാൽ ആണും പെണ്ണും എല്ലാം കൂടെ ഇങ്ങനെ അങ്ങ് മിങ്കിൾ ചെയ്ത്, അങ്ങനെ മിങ്കിൾ ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമുണ്ടെന്നൊന്നുമല്ല ഞാൻ പറയുന്നത്. അപ്പം ഞാൻ പഴഞ്ചനാണെന്ന് കേൾക്കുന്നവർ പറയും. പ്രത്യേകിച്ച് ഈ ന്യൂജൻ ഉണ്ടല്ലോ, അവർ പറയും ഇയാൾ പഴഞ്ചനാ, ബോധമില്ല എന്ന് പറയും. അപ്പം ഞാൻ പറഞ്ഞു അയാളടുത്ത്, നമ്മൾ സ്റ്റേഡിയത്തിലൊന്നും പോകേണ്ട കാര്യമൊന്നുമില്ല, എൻ്റെ വീട്ടിലേക്ക് കയറുന്ന വഴിയുടെ ഭാഗം നോക്കിയാൽ മതി എന്ന്. ഇന്നാണ് സത്യത്തിൽ ഞാൻ വഴിയെടുത്താണ് ഒരുത്തിയും കൂടെ ഇവിടുന്ന് ഓടിച്ചു വിട്ടത്, എൻ്റെ ഗേറ്റിൻ്റെ മുമ്പിൽ നിന്ന് അപ്പുറത്ത്. കാരണം അവിടെ കുറച്ച് ഇരുട്ടുണ്ട്. അവിടെ നോക്കിയപ്പോൾ രാത്രി 12 മണിയായപ്പം അവിടെ നിൽക്കുകയാണ്. വേറെ എൻ്റെ വീട്ടിലേക്ക് വന്നപ്പോൾ ഒരു വണ്ടി വന്നു. എൻ്റെ മരുമകനും മോളും കൂടെ വന്നപ്പോൾ വണ്ടി ഓടിച്ചുകൊണ്ട് വന്നു കഴിഞ്ഞപ്പോൾ അവർ കാണുന്നത് പെട്ടെന്ന് ഉടുപ്പുമൊക്കെ പിടിച്ച് താത്തിട്ടുണ്ട് ഒരു പെണ്ണ് സ്കൂട്ടറിൽ കയറി ഒരുത്തൻ്റെ പുറകെ അങ്ങ് പോകുന്നതാണ്. കാരണം അവിടെ നിൽക്കുക. ഇങ്ങനെ ഇതൊരു പതിവാക്കിയപ്പോൾ ഞാൻ ശ്രദ്ധിച്ചു. ഞാൻ ഇറങ്ങി നോക്കി. അതായത് ക്യാമറ വെച്ചേക്കാത്ത ഭാഗം നോക്കിയാണ് ഈ വന്ന് നിൽക്കുന്നത്. ഞാനത് പിടികൂടി. എന്ന് പറഞ്ഞതുപോലെ ഇങ്ങനെ വരികയാണ്. മാത്രമല്ല, ഏറ്റവും ഇതിൽ കേട്ടതിൽ വളരെ സങ്കടമുണ്ടാക്കുന്ന ഒരു വാർത്ത, കൗമാരക്കാരായ കുട്ടികളിൽ ഇത് HIV ഒരുപാട് ബാധിച്ചു എന്നുള്ളതാണ്. ബാധിച്ചുകൊണ്ടിരിക്കുന്നു. കാരണം ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, ഈ വഴി രാത്രി ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ 1-2 കടകളൊക്കെ ഉണ്ട്. അവിടെ ആണും പെണ്ണും എല്ലാം കൂടെ നിന്ന് ഒരു സിഗരറ്റ് വലിക്കുന്നത് റോഡിൻ്റെ സൈഡിൽ നിന്ന് വലിക്കുമ്പോൾ ഒരെണ്ണം അങ്ങോട്ട് വലിക്കും, മറ്റൊരെണ്ണം ബാക്കി വെച്ച് വലിക്കും. അങ്ങനെ ഒരു 2-3 പെണ്ണുങ്ങളും ഒരു 3-4 ആണുങ്ങളും ഇതുപോലെ കൂടി നിൽക്കുകയാണ് ഇവിടെ എല്ലാം. ചിലവന്മാർ മണിക്കൂറുകളാണ് ഓരോന്നിനെ ഇവിടെ കൊണ്ടുവന്ന് നിർത്തി അങ്ങ് സംസാരിക്കുന്നത്. എന്ത് അത്യാവശ്യം പറയാം, ഇന്ത്യയുടെ രാഷ്ട്രീയം പറയാനായിരിക്കും, അല്ലെ അമേരിക്കയുമായിട്ടുള്ള വ്യാപാര കരാറിനെ കുറിച്ച് സംസാരിക്കുന്നതായിരിക്കും ഈ കാണുന്നത്. അത് നമുക്കിവിടെ കാണാം. വളരെ പ്രായം കുറഞ്ഞ പെൺപിള്ളേർ, അവരെ കൊണ്ട് ഇതുപോലെ രാത്രി 1 മണിക്കും 2 മണിക്കും ഒക്കെ ഇപ്പോൾ ഈ റോഡേ പോലും നമുക്ക് പോകാൻ വയ്യാത്ത ഒരു സിറ്റുവേഷനാണ്. ഇതാണ് ന്യൂജൻ. ഇതാണ് ന്യൂജൻ. മര്യാദയില്ല, സംസ്കാരമില്ല. എന്നിട്ട് പറയുന്ന ഏതാണ്ട് ഇതാണ് അവരുടെ സംസ്കാരം എന്നാണ്. നമ്മളിതിനെതിരെ പറഞ്ഞാൽ അത് നമ്മൾ പഴഞ്ചനാവും, വർഗവിരോധിയാവും. വിരോധം കൊണ്ട് പറയുന്നതല്ല, നമ്മുടെ തലമുറ രക്ഷപ്പെടാനാണ്, ഈ വരുന്ന തലമുറയെങ്കിലും. കാരണം നിനക്ക് എല്ലാത്തിനും HIV വന്നു കഴിഞ്ഞാൽ, ബാധിച്ചു കഴിഞ്ഞാൽ എങ്ങനെ പോകും അവരുടെ ആരോഗ്യം, എന്താവും? ചിന്തിക്കണം. ഇത് ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതുപോലെ ഈ സ്പാകൾ ഒരുപാട് നമുക്ക് വേണമെങ്കിൽ ഈ പറഞ്ഞതുപോലെ ആണുങ്ങളെ മസാജ് ചെയ്യുന്ന സെൻറ്റർ ഉണ്ടെങ്കിൽ ആയിക്കോട്ടെ, നിർബന്ധമാണെങ്കിൽ ആ ക്വാളിഫൈഡ് ആയിട്ടുള്ള മസാജ് ചെയ്യാൻ അറിയാവുന്ന ക്വാളിഫൈഡ് ആയിട്ടുള്ള ആണുങ്ങൾ ആയിരിക്കണം അവിടെ വർക്ക് ചെയ്യേണ്ടത്. ഇനി സ്ത്രീകളുടെ മസാജ് സെൻറ്റർ, അതിന് ഞാനെതിരല്ല. പോകേണ്ട പെണ്ണുങ്ങൾക്ക് അവിടെ പോയി തടവിക്കും തിരുമിക്കുകയൊക്കെ ചെയ്യാം. പക്ഷേ അവരെ തിരുമുന്നതും ക്വാളിഫൈഡ് ആയിട്ടുള്ള സ്ത്രീകൾ മാത്രമായിരിക്കണം. അവിടെ പുരുഷ സാന്നിധ്യമേ പാടില്ല അതിനകത്ത്. അതുപോലെ പുരുഷന്മാരുടെ മസാജ് പാർലർ ഉണ്ടെങ്കിൽ അവിടെ സ്ത്രീ സാന്നിധ്യമേ പാടില്ല. അപ്പോൾ ആ രീതിയിലായിരിക്കണം ഇതിൻ്റെ പോക്ക്. ശ്രദ്ധിക്കണം. ധാരാളം കേന്ദ്രങ്ങൾ ഇത് ഉയർന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് വലിയ അപകടങ്ങളിലേക്ക് നീങ്ങും.